ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ BA ഹിന്ദി മേഡ് ഈസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രതിഭ റായിയുടെ പൂജാഗർ എന്ന് പറഞ്ഞ കഹാനിയാണ്. ഇന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരികളിൽ ഒരാളായ ഒറിയ എഴുത്തുകാരി ഡോക്ടർ പ്രതിഭ റേ 1943 ജനുവരി 21 ഒറീസയിലെ ജഗത്സിംഗ്പൂരിൽ ജനിച്ചു. ഇന്ന് വരെ അവരുടെ 20 നോവലുകൾ, 24 കഥാസമാഹാരങ്ങൾ, 10 യാത്രാ വിവരണങ്ങൾ, 2 കവിതാ സമാഹാരങ്ങൾ, നിരവധി ഉപന്യാസങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ നോവലുകളും കഥകളും പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രധാന കൃതികൾ രാജ്യത്തെ പ്രധാന ഭാഷകളിലേക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ജാതി, പ്രവിശ്യ, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാത്ത സാമൂഹിക നീതിയും വികാസവും അവരുടെ മറ്റു രചനകളിൽ കാണാം. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2011 രാജ്യം അവരെ ജ്ഞാനപീഠ അവാർഡ് നൽകി ആദരിച്ചു. പൂജാഗർ അവരുടെ പ്രധാന കഥയാണ്. ഇതിൽ ഒരു വൃദ്ധയായ അമ്മ തൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സുഖസൗകര്യങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടുകളായി മാറുന്നു എന്നതിൻ്റെ കൃത്യവും ഹൃദയസ്പർശിയുമായ ഒരു ചിത്രണം നൽകിയിട്ടുണ്ട്. കഥയിലെ നായികയായ അമ്മയ്ക്ക് 3 ആൺമക്കളുണ്ട്. അവർ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. 75 വയസ്സുള്ള അമ്മ തൻ്റെ ജീവിതകാലം മുഴുവൻ മക്കളോടൊപ്പം ചെലവഴിക്കാൻ തയ്യാറാണ്. 3 ആൺമക്കൾക്കും നഗരത്തിൽ വീടുകളുണ്ട്. എന്നാൽ രണ്ടാമത്തെ മകൻ ലഖൻ ബാബുവിനാണ് ഏറ്റവും വലിയ വീട്. മൂത്ത മകൻ്റെ വരുമാനത്തെക്കാൾ കൂടുതലാണ് ലഖൻ ബാബുവിൻ്റെ വരുമാനം. കൂടാതെ അമ്മയോട് അയാൾക്കാണ് കൂടുതൽ സ്നേഹവും. എന്നാൽ ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം താമസിക്കാൻ അമ്മ തയ്യാറാണോ എന്ന ചോദ്യം ഉയർന്നു വന്നു. 3 കുട്ടികൾ, 2 നായകൾ, ഒരു പാചകക്കാരൻ, വേലക്കാരൻ, തോട്ടക്കാരൻ തുടങ്ങിയവരുമായി ഒരു വലിയ വീടാണ് ലഖൻ ബാബുവിൻ്റെ. അവിടെ അമ്മയെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉയർന്നു വന്നു. മാസ്റ്റർ ബെഡ്റൂമും കുട്ടികളുടെ കിടപ്പുമുറിയും കൂടാതെ വീട്ടിൽ അമ്മയ്ക്ക് കിടപ്പുമുറി ഉണ്ടായിരുന്നില്ല. ഇതിൽ അയാൾ അസ്വസ്ഥനാകുന്നു. കാരണം വീടിന് മാതൃപൂജ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഈ ആധുനിക കെട്ടിടത്തിന് ഇത്രയും പഴയ പേര് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ലഖൻ ബാബു വളരെ മുമ്പ് തന്നെ ഇത് സ്വയം തിരഞ്ഞെടുത്തിരുന്നു. അമ്മയെ ആരാധിക്കാത്ത വീട് പുരോഗമിക്കാൻ കഴിയില്ല. മാതൃജാതി ശക്തിയുടെ പ്രതീകമാണ്. അമ്മയില്ലാതെ ഒരു പ്രാണിക്ക് പോലും ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ലഖൻ ബാബുവിന് അമ്മയോട് വളരെയധികം ഭക്തിയുണ്ട്. ഭക്തി മാത്രമല്ല, അമ്മയോട് അദ്ദേഹത്തിന് ആഴമായ ബഹുമാനവും അനുകമ്പയും സഹാനുഭൂതിയുമുണ്ട്. സമ്പത്തും ബഹുമാനവും വർദ്ധിച്ചതുപോലെ അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും കൂടുതൽ ആഴത്തിലായി. വാസ്തവത്തിൽ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളെ അമ്മയെ ഉപേക്ഷിച്ചതാണ്. ഇതിനുശേഷം അമ്മ അവരെ പോറ്റാൻ കഠിനാധ്വാനം ചെയ്തു. അവർ 4 കുട്ടികളെയും പഠിപ്പിച്ചു. അമ്മയുടെ കാരുണ്യം കാരണം എല്ലാവരും നല്ല നിലയിലെത്തി. അമ്മ നഗരത്തിലേക്ക് വന്ന് അവിടെ താമസിക്കുന്നത് ഒരു പുതിയ സംഭവമാണ്. അമ്മയ്ക്ക് സ്റ്റോർ റൂം നൽകി. പിന്നീട് അമ്മയുടെ പൂജാമുറിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉടലെടുത്തു. ഒടുവിൽ പടിക്കെട്ടിനടിയിൽ ഒരു പൂജാമുറി ക്രമീകരിച്ചു. അമ്മ എപ്പോഴും പൂജാമുറിയിൽ സമയം ചെലവഴിച്ചു. കൊച്ചുമക്കൾ വഴിപാടുകൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അമ്മ വന്നതിൽ മരുമകൾ സുരേഖയ്ക്ക് വിഷമമുണ്ടായിരുന്നു. അമ്മ ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം അമ്മ ആ വീട് വിട്ടു. അവിടെ അവസാന പൂജയ്ക്ക് ശേഷം ഠാക്കൂർജി ഉൾപ്പെടെയുള്ള പൂജാമുറി വസ്തുക്കൾ ഗ്രാമത്തിലെ പരമേശ്വര ദേവസ്ഥാനിലേക്ക് അയച്ചു. മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാം മുമ്പത്തെ പോലെ സമാധാനപരമായി വന്നു പോകാൻ തുടങ്ങി. ഈ കഥയിലൂടെ എഴുത്തുകാരി പറയാൻ ശ്രമിക്കുന്നത് മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ ഒരു ഭാരമായി മാറുന്നു എന്നാണ്. തൻ്റെ എല്ലാ സന്തോഷവും സ്വത്തും മക്കൾക്ക് സമർപ്പിക്കുന്ന അമ്മ വാർദ്ധക്യത്തിൽ ഒരു ഭാരമായി മാറുന്നു. ഇത് മനസ്സിലാക്കിയ അമ്മ വീട് വിട്ടിറങ്ങുന്നു. ഏകാന്തതയും ഭയവും മൂലം വിഷമിക്കുന്ന അമ്മ തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ഗ്രാമത്തിൽ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ വേദന എഴുത്തുകാരി ഈ കഥയിലൂടെ ഹൃദയസ്പർശിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്നു.